സീരിയസ് ആയിട്ടാട്ടോ, സീരിയസ് ആയിട്ടാണ്, സീരിയസ് ആവും. ഓക്കെ, അപ്പം ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറച്ചധികം ചെടികൾ മേടിച്ചു. എന്താണ് ഏതാണെന്നൊക്കെ വളരെ അടുത്ത ദിവസം തന്നെ നല്ലൊരു അപ്ഡേഷൻ തരാം എന്നൊക്കെ പറഞ്ഞാൽ വഴിക്ക് പോയതാണ്. പിന്നെ ഞാൻ ഈ വഴിക്ക് വന്നില്ലെന്ന് എനിക്കറിയാം, നോ. അപ്പം രാത്രി കാരണം മാറ്റി വെച്ചൊരു വീഡിയോ ആണത്. നിങ്ങൾക്ക് കണ്ടാൽ ക്ലിയർ ആവില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. പക്ഷെ ഇപ്പോഴത്തെ ചെടിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ കണ്ടം വഴി ഓടേണ്ടി വരും. എൻ്റെ റൂമിലുള്ള ചെടിയൊക്കെ ഇൻഡോറാണ്, ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ വാടി, എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. വാടി, അതെ, വാടി. പിന്നെ അതേമാതിരി പുറത്ത് വെക്കേണ്ട ചെടിയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചത്. പക്ഷെ അതും ഒരുമാതിരി ഇപ്പോൾ വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ്. വെള്ളമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്തോ എന്തൊക്കെ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ എന്തായാലും ചെടി എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കമ്മോട് ഇതൊക്കെ ഇന്നലെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയതായിരുന്നു. അപ്പം ഞാൻ പുറത്തോട്ട് കുറച്ച് വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഓരോന്നിച്ച് ഞാൻ എടുത്ത് കാണിച്ചു തരാം. എന്താണ് കറ്റാർവാഴ, അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയതിന് ശേഷം. കറ്റാർവാഴ പക്ഷേ എന്താ പറയുക, ഇത് വെച്ചിട്ട് സംസാരിക്കാം. ഇത് ഉണ്ടല്ലോ നന്നായിട്ടാണ് കുഴിച്ചിട്ടത്. പക്ഷെ ഇതിങ്ങനെ ഒരു ചീഞ്ഞ് വരുന്നുണ്ടോ എന്നൊരു സംശയം എൻ്റെ നോക്കൽ കാരണമാണ്. ഓക്കെ, ഫസ്റ്റ് കറ്റാർവാഴ. സെക്കൻഡ്, ഇതിൻ്റെ പേരെന്താ, എന്തോ ഒരു ചെടിയാണ്, കണ്ടോ. ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഈ യെല്ലോ ഇലയായിരുന്നു. നല്ല തളിർത്തല്ല, നല്ല ഡാർക്ക് ഗ്രീൻ ആയിരുന്നു. എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം കളർ തന്നെ മാറിപ്പോയി. ഐ എം പ്രൗഡ് ഓഫ്, അല്ലേ? അതെ, ഞാൻ പ്രൗഡ് ചെയ്യുന്നു. പക്ഷെ എന്ത് പറ്റി, എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഞാൻ ഈ കൊതുകുതിരി ഉണ്ടല്ലോ, കൊതുകുതിരി കത്തിച്ച് ഞാൻ അതാ ഇവിടെ വെച്ച് റൂമിൽ നിലത്തായി കഴിഞ്ഞെങ്കിൽ അത് അടിച്ചു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ മണ്ണിൽ ഞാൻ കുഴിച്ചു വെച്ചു. അപ്പം ഇത് തട്ടിയിട്ടായിരിക്കും ഇനി മേ ബി ഇങ്ങനെ ആയിപ്പോയത്, ആണോ? അതൊന്ന്. നെക്സ്റ്റ് ഇതാണ്, ഇതൊരു തെങ്ങോ എന്താണെന്നറിയില്ല, എന്തോ അരിക്ക. പക്ഷെ നല്ല രസമല്ലേ നോക്കിക്കോളൂ. ഇത്രയും ചെടി മേടിച്ചപ്പോ ഇതൊന്ന് ഫ്രീ തന്നു, പറ്റൊന്നുമില്ല, തരാം. പിന്നെ നമ്മൾ മാത്രം മോശമായിട്ടില്ല, ബാക്കി പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല. പിന്നെ 2000 രൂപയ്ക്കൊക്കെ നമ്മൾ ചെടി മേടിക്കുകയാണെങ്കിൽ ഒന്നൊക്കെ ഒരു ഫ്രീ തരാം. ഇതിന് വെറും 40 രൂപയുള്ളൂ. അതിപ്പോ അവര് ഫ്രീ തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കണക്കാം. നെക്സ്റ്റ് മണി പ്ലാന്റ്. ഇത് നല്ല പോലെ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൈ കിട്ടുന്നില്ല, ചെടിയൊക്കെ ഇങ്ങനെ ആയി പോകുന്നു. കണ്ടോ മണി പ്ലാന്റ്. ഇത് എന്താ പഠിച്ചോനെ ഇങ്ങനെ. ഓക്കെ, അപ്പം എൻ്റെ റൂമിൽ ഉള്ള ചെടികൾ ഇത്രയാണ്. ഇനി നമുക്ക് വക്കീലിൻ്റെ അടച്ചു. അപ്പം മുറ്റി തുറക്കുക. ഈ റൂമിൽ ചെടി ഉണ്ട്, തുറക്കാം അങ്ങോട്ട്. ഓക്കെ, 2 റൂമിലേക്കും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു 2000 ഒക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ ചെടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ് കൂടുതലും. എൻ്റെ റൂമിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചെടി എന്നുള്ളൊരു ഐറ്റം. അപ്പോൾ ഞാൻ ഓരോന്നിനായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ദിസ് ഇസ് പീസ് ലില്ലി. ഇത് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. വന്ന സമയത്ത് ഇത് നിൽക്കുന്ന കാണണം, ഒരു കട്ടപ്പയൊക്കെ നിൽക്കുന്ന പോലെയുള്ള ഒരു വൈബായിരുന്നു. ഇതിന് റൂമിൽ കയറ്റി കൂടുതൽ വെള്ളം കൊടുത്ത് അതിനെ തളർത്തി, കട്ടപ്പര തളർത്തി. നെക്സ്റ്റ് മണി പ്ലാന്റ്. അതൊന്നിൻ്റെ പേരറിയില്ല, പക്ഷെ അത് നല്ലൊരു പോസിറ്റീവ് വൈബ് തരുന്ന സാധനം. ഓക്സിജൻ ബാബു. ഇത് വക്കീൽ കിടന്നുറങ്ങണ നേരത്ത് മൂക്കിൻ്റെ ഈ ഭാഗത്ത് വെച്ച് ഇങ്ങനെ ഉറങ്ങുക ചെയ്യുക. അവസാന ഒരു ദിവസം ഓക്സിജൻ കൂടിയിട്ട് ചത്ത് പോകുന്ന സീനാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഞാൻ കാണും. ഞാനൊരു ഔട്ട്ഡോർ പ്ലാന്റും കൂടെ മേടിച്ചു എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിനെ ഞാൻ ഇന്ന് പുറത്ത് വെയിൽ കൊള്ളിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. ബാൽക്കണിയിൽ വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ അത് മേടിച്ചിരുന്നത്. പക്ഷേ
എന്താ എന്തൊക്കെയോ കിട്ടാത്തൊരു പോലെ, സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്നൊക്കെ എന്തൊക്കെയോ റോങ്. സോ അത് ഇന്നലെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി, ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചെടി മൊത്തത്തിൽ ഇങ്ങനെയായി, ശരിക്കും ഇങ്ങനെയായി. ഞാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പം ഡോക്ടറെ കാണിക്കാൻ പോണ മാതിരി ആ ചെടിയും ഇന്ന് താങ്ങി പിടിച്ച് വാങ്ങിയോടത്ത് കൊണ്ടുപോയിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ച് എന്തെങ്കിലും വളമൊക്കെ സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് തിരിച്ച് കൊണ്ടുവരാമെന്ന്. പക്ഷേ ഇന്നലെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇന്ന് രാവിലെ നോക്കുമ്പോൾ അതിങ്ങനെ വിടർന്ന് നിൽക്കണ കണ്ടപ്പം ഐ ഫീൽ ഓ മൈ ഗോഡ് താങ്ക്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങോട്ടേ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ചെടികളുടെ ഒരു അവസ്ഥ. ഞങ്ങളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പീസ് ലില്ലി മൊത്തത്തിൽ പീസ് തലയിൽ കയറി പ്രാന്തായി. അതിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. വേണ്ട രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടെന്നാണ് വക്കീൽ പറയുന്നത്. പക്ഷെ അപ്പോൾ ഞങ്ങളത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ചീഞ്ഞ ഇലകളൊക്കെ ചീഞ്ഞ ഇല വെച്ചാൽ മഞ്ഞ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് അതിലൊന്ന് ഉഷാറാക്കി എടുക്കണം. ആ പ്രോസസ്സിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ വെട്ടിയിട്ട ഇലകളിപ്പോൾ. എന്നിട്ട് നമ്മളിപ്പോൾ ആ നൂലുകൊണ്ട് ഇതിങ്ങനെ കെട്ടി അതന്നെ സപ്പോർട്ട് കൊടുക്കാൻ പോകും. ഇത് ശരിക്കും നോക്കാനുള്ള ആൾക്കാരാണ് പഞ്ഞിക്കെടുത്ത് കണ്ടാൽ. ഞങ്ങളുടെ ഈ എടുത്ത കുറച്ച് റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് ലൈഫ് റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു പരിപാടിയാണ് ചെടികളെ പരിപാലിക്കുക. അത് വളരുന്നുണ്ടോ, അതിനെന്തൊക്കെയാണ് ഡെയിലി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ നോക്കുക. അതെ, ഞാൻ വല്ലപ്പോഴൊക്കെ നോക്കുന്ന ആളാണ്. ചേച്ചി ഡെയിലി നോക്കും. ഡെയിലി നോക്കിയത് അപ്പം ഇങ്ങനെ ഞാൻ വല്ലപ്പോഴും നോക്കുന്നതുകൊണ്ട് ചെടിയുടെ വേറെ കാണാനില്ല ചെടിയിൽ. അപ്പം എൻ്റെ ചെടിക്കും ഇതേമാതിരി 2 മഞ്ഞ ഇല വന്നിട്ടുണ്ട്. അപ്പം ഐ തോട്ട് അത് വെട്ടിക്കളയേണ്ട സമയമായിരിക്കുന്നു. അതെ, വന്നണോ? അപ്പം ഈ മഞ്ഞ കളർ വരാൻ എന്താ കാരണം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ.